Welcome to all. I am Satish Kumar. Wiring Maintenance and Techniques എന്ന സെക്ഷന്റെ പുതിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുമാതിരി ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംശയത്തിലെത്തിക്കുന്ന ഹോസ്പിറ്റൽ വയറിംഗിന്റെ സർക്യൂട്ട് ഡയഗ്രാം എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ എങ്ങനെ ആക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ടെക്നിക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഓർമ്മയിലിരിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവും തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വയറിങ്ങിന്റെ മെത്തേഡിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ പ്ലേസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് രണ്ട് സ്വിച്ചുകളാണ് ഹോസ്പിറ്റൽ വയറിങ്ങിന് വേണ്ടത്. ഒരെണ്ണം 2-way സ്വിച്ച് SPDTയും ഒരെണ്ണം 1-way സ്വിച്ച് SPSTയും. അപ്പോൾ ഈ രണ്ട് ബൾബ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, L1 and L2. ഇനി അങ്ങോട്ട് L1 L2 എന്ന് എഴുതുന്നില്ല, താഴെ ഇരിക്കുന്ന L2, മുകളിൽ ഇരിക്കുന്ന L1. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മുടെ വയറിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് ബൈ പാർട്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഞാൻ ആ ഫേസും ന്യൂട്രലും കൊണ്ടുവന്നു. അപ്പൊ ആദ്യത്തെ ഫേസും ന്യൂട്രലും ന്യൂട്രൽ വന്ന് 2-way സ്വിച്ചിന്റെ അല്ലെങ്കിൽ SPDTയുടെ മുകളിലത്തെ ടെർമിനലും ഫേസ് ആ റെഡ് വയർ വന്നിട്ട് താഴത്തെ ടെർമിനലും കൊടുത്തു. എന്നിട്ട് അത് നേരെ 1-way സ്വിച്ചിന്റെ അടുത്ത ടെർമിനലിലേക്കും ലൂപ്പ് ചെയ്തു. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഈ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. സെൻട്രൽ കണക്ഷനിലോട്ട് ഒരു രീതിയിലും നമ്മുടെ വയറിംഗ് വരരുത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എന്ത് സ്റ്റെപ്പാന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തെന്ന് പറയുന്നത് നേരെ ആ ന്യൂട്രൽ തന്നെ, അതായത് SPDT അല്ലെങ്കിൽ 2-way സ്വിച്ചിന്റെ മുകളിലത്തെ ടെർമിനലിൽ വന്ന ന്യൂട്രൽ തന്നെ വീണ്ടും ലൂപ്പ് ചെയ്ത് L1ന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തു. അടുത്ത നമുക്കിനി ആ സ്വിച്ചിന്റെ തന്നെ സെന്റർ ടെർമിനലിൽ നിന്നും ഒരു വയർ, ആ ബ്ലൂ വയറാണ്, നേരെ നമ്മുടെ രണ്ടാമത്തെ ലൈറ്റിൽ L2ന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് ഇത്രയും തന്നെ മനസ്സിലായി. ന്യൂട്രല് സ്വിച്ചിന്റെ മുകളില് SPDT 2-way സ്വിച്ചിന്റെ മുകളിൽ കൊടുക്കുന്നു, അതിൽ നിന്ന് തന്നെ നേരെ L1ലേക്കും കൊടുക്കുന്നു. ഫേസ് 2-way സ്വിച്ചിന്റെ താഴത്തെ ടെർമിനലിൽ കൊടുക്കുന്നു, അവിടെ നിന്ന് തന്നെ അടുത്ത സ്വിച്ചിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കുന്നു. ഇനി സെന്ററിൽ നിന്നുള്ള 2-way സ്വിച്ചിന്റെ സെന്റർ കോമൺ പോയിന്റിൽ നിന്ന് നേരെ L2ന്റെ ടെർമിനലിലേക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോ ആകെ ബാക്കിയുള്ളത് L1ഉം L2ഉം അതിന്റെയും ഓരോ പോയിന്റുകളും അതുപോലെ തന്നെ സ്വിച്ചിന്റെ നമ്മുടെ 1-way സ്വിച്ചിന്റെ ഒരു ടെർമിനൽ മാത്രമാണ്. ഓക്കെ. ഞാൻ ആ L1 L2ന്റെയും ബാലൻസ് ഉള്ള ടെർമിനൽ തമ്മിൽ അങ്ങ് ഷോർട്ട് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടെർമിനലിന്റെ തന്നെ പോയിന്റുകൾ ഷോർട്ട് ചെയ്ത ടെർമിനലിനെ ഇനി ബാക്കിയുള്ള 1-way സ്വിച്ചിന്റെ ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോ ഇത്രയും ആയപ്പോൾ തന്നെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഓക്കെ ആയി, കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് ഇതിനൊരു കണ്ടീഷൻസ് എങ്ങനെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് സ്വിച്ച്, അതായത് 2-way സ്വിച്ച് S1 മുകളിലേക്ക് അപ്പിലാണ്, S2 എന്ന് പറയുന്ന 1-way സ്വിച്ച് ആയതുകൊണ്ട് തന്നെ അത് ഓഫ് ആണ്. ആ കണ്ടീഷനിൽ L1ഉം L2ഉം ഓഫ് ആയിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. നേരത്തെ കണ്ട അതേ സർക്യൂട്ട് ആയിരുന്നു തന്നെയാണ്. ന്യൂട്രൽ വന്ന് സ്വിച്ചിൽ നിൽപ്പുണ്ട്. ഇപ്പോ SPDT മുകളിൽ, അതായത് 2-way സ്വിച്ച് മുകളിലോട്ടാണ്. അപ്പൊ ആ നീല വയറിൽ ന്യൂട്രൽ തന്നെയാണ്. ഇനി S1 ഓൺ അല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെ S2 നമ്മളെ 1-way സ്വിച്ച് ഓൺ അല്ലാത്തത് കൊണ്ട് തന്നെ L2ലേക്ക് സപ്ലൈ ചെല്ലുന്നില്ല, L1ലേക്കും സപ്ലൈ ചെല്ലുന്നില്ല. ഇതിവിടെ ഓഫ് ആയിരിക്കും. S1 ഡൗൺ ആക്കി, അതായത് ആദ്യത്തെ 2-way സ്വിച്ചിനെ ഡൗൺ ആക്കുന്നു. സെക്കൻഡ് സ്വിച്ചായ 1-way സ്വിച്ചിനെ അപ്പോഴും ഓഫ് കണ്ടീഷൻ നിർത്തുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് L1ഉം L2ഉം ഡിം ആവുമെന്നാണ്. നമുക്ക് നോക്കാം. അപ്പൊ സപ്ലൈ നേരെ ആ റെഡ് വയറിൽ കൂടെ വരുന്നു, നേരെ ഫസ്റ്റ് സ്വിച്ചിൽ എത്തുമ്പോൾ കാര്യം, ഫസ്റ്റ് സ്വിച്ചിൽ സെക്കൻഡ് സ്വിച്ചിൽ എത്തിയ കാര്യമില്ല, അത് ഓഫാണ്. ഫസ്റ്റ് സ്വിച്ചിന്റെ ഇത് ഡൗൺ ആയപ്പോൾ ഫേസ് ആണ് ഇപ്പൊ നീല വയറിൽ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് നേരെ L2ൽ, അതായത് താഴത്തെ ബൾബിലെത്തി, അതിന്റെ ഫിലമെന്റിൽ കൂടെ കയറി ഇറങ്ങി ആരോ വഴി നേരെ വന്ന് രണ്ടാമത് L1ലെത്തി, അതിൽ കൂടെ കയറി ഇറങ്ങി നേരെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോ നമ്മൾ കയറി ഇറങ്ങി പോകുന്നതായതുകൊണ്ട് തന്നെ ഇത് ഡിം ആയിട്ട് സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയി. ഇനി അടുത്ത് നോക്കാം. ഇപ്പോ S1 ഡൗൺ ആണ്, S2 ഓൺ ആക്കി, അതായത് നേരത്തെ കണ്ടീഷൻ തന്നെയാണ്. 2-way സ്വിച്ചിനെ ഓൺ ആക്കി, ഇത് ഡൗൺ ആക്കി, ആ ഡൗണിൽ തന്നെ നിൽക്കുവാണ്. ആ 1-way സ്വിച്ചിനെ ഓൺ ആക്കി. ഇപ്പൊ നമ്മൾ പറയുന്നത് L1 ഓഫ് L2 ബ്രൈറ്റ് എന്നാണ്. എങ്ങനെ നോക്കാം.
ഇവിടെ നമുക്ക് ഈ നോക്കുമ്പോൾ നമുക്കൊന്നറിയാം, താഴെ L2-വില് വൺ വേ സ്വിച്ചിന്റെ ഓൺ ആയപ്പോൾ ഉള്ള ഫേസ് L2-വിൽ വന്ന് L2-ൽ നിന്ന് തന്നെ പാരലായിട്ട് L1-ൽ വന്നു. അപ്പോ L1 ഓണായി. കാര്യം L1-ൽ ഓൾറെഡി ന്യൂട്രൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫേസ് ഡയറക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് 2A സ്വിച്ച് താഴോട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നീല വയറിൽ ഇപ്പോൾ ഫേസ് ആണ്. അപ്പൊ L2-വിന്റെ താഴെയും മുകളിലും ഇപ്പോ ഫേസ് ആണ്. ഒരു 2 ടെർമിനൽ ഫേസ് ഒന്ന് ന്യൂട്രൽ ഇല്ലാത്തത് കൊണ്ട് L2 കത്തുന്നില്ല. ഓക്കെ, അടുത്ത കണ്ടീഷൻ നോക്കാം. S1 അപ്പാണ്, S2 ഓൺ ആണ്. L1-ഉം L2-ഉം ബ്രൈറ്റ് ആവുന്നു. എങ്ങനെ നോക്കാം? ഇവിടെ നോക്കി, ന്യൂട്രൽ ഓൾറെഡി L2-വിലുണ്ട്. സ്വിച്ച് ഫസ്റ്റ് സ്വിച്ച് 2A സ്വിച്ച് മുകളിലോട്ട് ആയതുകൊണ്ട് തന്നെ നീല വയറ് ഞാനിപ്പോൾ ബ്ലാക്ക് ആക്കി കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് ന്യൂട്രൽ വന്നു. അപ്പൊ അതുകൊണ്ട് 2 സ്വിച്ചിലും ഇപ്പൊ ന്യൂട്രൽ കിട്ടി. ഇനി S1 ഓൺ ആയത് അല്ല S2 നമ്മൾ വൺ വേ സ്വിച്ച് ഓൺ ആയത് കൊണ്ട് തന്നെ 2 സ്വിച്ചിലും ആ ഫേസും കിട്ടി. അപ്പൊ 2 സ്വിച്ചിലും ഫേസും ന്യൂട്രലും കിട്ടിയപ്പോ L1-ഉം L2-ഉം ഫുള്ളി ബ്രൈറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ വയറിംഗ് എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ, അതായത് കഴിഞ്ഞ വീഡിയോയിലുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആ ഇമേജ് ഒന്ന് കാണാം. ഇപ്പോ ഇങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് നിങ്ങൾ കാണിച്ചിരുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു 3 ടെർമിനലും അത് തന്നെ ഒരു 2 സൈഡിലേക്കും പോകുന്നതായിട്ടാണ്. അപ്പോ ഇതിന്റെ പേര് ഏകദേശം നിങ്ങൾ പിടികെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരം TPDT, ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ. ട്രിപ്പിൾ പോൾ എന്ന് പറയുമ്പോൾ 3 ഫേസ് 2 വഴിയിലേക്ക്. ഇതിപ്പോ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സൈഡ് ഓൺ ആണ്, ആ സെന്ററിലെ സപ്ലൈ വന്നിട്ട് ഒരു സൈഡിലേക്ക് ഓൺ ആണ്. ഇനി അല്ലെങ്കിൽ അപ്പുറത്തേക്ക് തിരിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വേയിലേക്ക് കണക്ഷൻ കിട്ടുന്നു. അതായത് നമ്മൾ ആ റെഡ് കാണുന്ന 3 എണ്ണത്തിലും ഫേസ് 3 എണ്ണം വന്നിട്ട് ഒരു സൈഡിലെ ബ്ലാക്കിലേക്ക് ഒരു കണ്ടീഷനിലും മറു സൈഡിലെ ബ്ലാക്കിലേക്ക് അടുത്ത കണ്ടീഷനിലും സപ്ലൈ നമുക്ക് പോകും. ഡബിൾ ത്രോ. ഓക്കെ, അപ്പോൾ ഏകദേശം വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ എത്തുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താല്പര്യമുള്ളവരിലേക്കും ഇതേ ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.